ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറുവ സംഘത്തെക്കുറിച്ച് നോക്കാം എന്താണെന്നുള്ളത്. അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇതിലെ വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറുവ സംഘത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഇത് ഒരു ജാതി പേരായിട്ടാണ് കണ്ടിരുന്നത്. സംഘകാല കൃതികളിലാണ് കുറുവരെക്കുറിച്ച് കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത്. പുറനാനൂർ, അകനാനൂർ, പതിറ്റുപട്ട് തുടങ്ങിയ സംഘകാല കൃതികൾ പ്രാചീന ഇന്ത്യയിലെ തമിഴകം എന്ന അതിവിശാല സാമ്രാജ്യം ഭരിച്ചിരുന്നത് കുറുവരായിരുന്നു എന്ന് കാണാം. കുറുവ എന്ന പേരിലുള്ള ഗോത്ര സമൂഹം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു പാരമ്പര്യ വിഭാഗമാണ്. ഇപ്പോൾ എന്താണ് ആ പാരമ്പര്യ വിഭാഗമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറുവരെന്ന് കേൾക്കുമ്പോൾ ഭയമായിട്ട് ഒരു മാരകായുധങ്ങൾ കൊണ്ട് നടക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ആൾക്കാരെയാണ് കാണുന്നത്. പക്ഷേ അതല്ല ശരിക്കും കുറുവരെന്ന് പറയുന്നത്. ഈ മോഷണ സംഘത്തിന് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ആ ഒരു കാസ്റ്റ് വെച്ചിട്ടല്ല ഇവർക്ക് ആ പേര് വന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട് പോലീസിൻ്റെ രഹസ്യ അന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ചാണ് സംഘത്തെ ആദ്യമായി കുറുവ സംഘമെന്ന് വിളിക്കുന്നത്. ആയുധധാരികളായ മോഷ്ടാക്കൾ എന്ന അർത്ഥത്തിലായിരുന്നു പ്രയോഗം. ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരുന്നത് ഈ കുറുവ സംഘം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു പ്രത്യേക കാസ്റ്റ് ബേസിലല്ല. ആയുധധാരികളായ മോഷ്ടാക്കൾ എന്ന അർത്ഥത്തിലായിരുന്നു പ്രയോഗം. ബോഡിനായ്ക്കൂർ, കോയമ്പത്തൂർ, തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലെ ചില ഗ്രാമങ്ങളിലുള്ളവരും ഇപ്പോൾ കുറുവ സംഘങ്ങളിൽ സജീവമാണ്. തമിഴ്നാട്ടിൽ മോഷണം കുലത്തൊഴിലായി കാണുന്ന ചില ഗ്രാമങ്ങളുണ്ട്. അതിനെയൊക്കെ തിരുട്ട് ഗ്രാമങ്ങളെന്നാണ് പറയുന്നത്. തിരുച്ചിറപ്പള്ളിക്ക് സമീപമുള്ള രാംജി നഗർ എന്ന തിരുട്ട് ഗ്രാമമാണ് അതിൽ ഏറ്റവും കുപ്രസിദ്ധം. ഇവിടെ നിന്ന് മറ്റു തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുമുള്ള മോഷ്ടാക്കൾ സംഘമായി അയൽ സംസ്ഥാനങ്ങളിൽ മോഷണത്തിനിറങ്ങാറുണ്ട്. ഇവരാണ് പിന്നീട് കുറുവ സംഘങ്ങൾ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഈ ഗ്രാമവാസികളെ കുറുവ സംഘമെന്ന് വിളിച്ചു. എന്നാൽ ഇപ്പോഴത്തെ കുറുവ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല. തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നവരെല്ലാം ഈ സംഘത്തിലുണ്ട്. എല്ലായിടത്തും ഈ മോഷണ സംഘം ഉപയോഗിക്കുന്നത് ഒരേ തന്ത്രങ്ങൾ തന്നെയാണ്. പദ്ധതിയിട്ട മോഷണം വിജയകരമായി നടത്താനായി ആൾക്കാരെ പരിക്കേൽപ്പിക്കാനും കൊല്ലാനും വരെ മടിക്കാത്തവരാണ് കുറുവ സംഘത്തിലെ അംഗങ്ങൾ. അതുതന്നെയാണ് അവരെ അപകടകാരിയാക്കുന്നത്. ആദ്യം അവരുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് അവർ നേരത്തെ തന്നെ എത്തി. അവിടെ എത്തി ചെറിയ ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടും. സാധാരണ തൊഴിലെന്ന് പറയുന്നത് അമ്മി കൊത്താനും ആക്രി പറക്കാനും ഒക്കെയാണ് അവർ വരുന്നത്. എന്നിട്ട് സാവധാനം പരിസരവും വീടുകളും നിരീക്ഷിച്ച് ഏതൊക്കെ വീടുകളാണ് കയറേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ട് അവർ പോകും. 2-3 പേരൊക്കെയാണ് അവരുടെ സംഘമാണ് മോഷണത്തിന് ഇറങ്ങുന്നത്. അവർ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ഡൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവരെ ആക്രമിക്കാൻ വരുന്നവർ ഉപദ്രവിച്ച് കൊല്ലുക എന്നാണ് അവിടുത്തെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പുറകിലെ വാതിൽ തുറന്നാണ് ഇവർ സാധാരണ വീട്ടിലെ അകത്തേക്ക് പ്രവേശിക്കുക. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും മുൻവശത്തെ വാതിൽ മാത്രമേ നന്നായിട്ട് സെക്യൂറായിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ. പക്ഷേ പുറകു വശത്തെ വാതിൽ നമ്മൾ അങ്ങനെ അത്ര സെക്യൂർ അല്ലാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് അവർക്ക് അത്രയ്ക്ക് എളുപ്പവും. ആ വാതിൽ പൊളിച്ച് അകത്തോട്ട് കയറാൻ അടുക്കള വഴിയാണ് അവർ കയറുന്നത് പൊതുവേ. അത് കഴിഞ്ഞ് അവർ അടിവസ്ത്രം മാത്രം ധരിച്ച് ദേഹം മുഴുവൻ കരിയും എണ്ണയും പുരട്ടി ഇട്ടാണ് അകത്ത് കിടക്കുക. ഇപ്പോൾ എന്തിനാണ് ഈ എണ്ണ തേക്കുന്നതെന്ന് വെച്ചാൽ, ആരെങ്കിലും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വഴുതിപ്പോയി ഓടിപ്പോവാനാണ് അവർ ഈ എണ്ണ തേക്കുന്നത്. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ സമീപം ശ്രദ്ധ തിരിയാനായി മറ്റെന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ സൃഷ്ടിക്കും. വീടിന് മുന്നിൽ കുട്ടികൾ കരയുന്ന ശബ്ദമോ വാഹനാപകടം നടന്നതുപോലുള്ള ഒച്ചയുണ്ടാക്കി വീട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചിട്ടാണ് ഇവർ വീട്ടിൽ കയറുന്നത്. അങ്ങനെ ശ്രദ്ധ തിരിച്ചിട്ടാണ് വീട്ടിൽ കയറുന്നത്. ഇപ്പോൾ നമ്മൾ അറിയേയില്ല. മോഷണം കഴിഞ്ഞാൽ കിട്ടുന്ന പണം, സ്വർണവും സംഘത്തലവൻ സൂക്ഷിക്കും. ഇടയ്ക്ക് പോലീസ് പിടിക്കുന്ന ഘട്ടം വന്നാൽ തലവനെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർ പിടികൊടുക്കും. അങ്ങനെ സംഭവിച്ചാലും മോഷണ മുതലിൻ്റെ വിഹിതം തലവൻ കൃത്യമായി ഗ്രാമത്തിലെ ഇവരുടെ വീടുകളിൽ എത്തിക്കും. കൗമാരക്കാർ മുതൽ 60 കഴിഞ്ഞവർ വരെ സംഘത്തിൽ അംഗങ്ങളായുണ്ട്. പിടിക്കപ്പെടുന്നവരും ശിക്ഷിക്കപ്പെടുന്നവരൊക്കെ പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണത്തിലിറങ്ങുക പതിവാണ്. മോഷണം കുലത്തൊഴിലായി കാണുന്നതിനാൽ തന്നെ ഇവർക്ക് കുറ്റബോധം തോന്നുകയുമില്ല. തിരുട്ട് ഗ്രാമത്തിൽ കവർച്ചയ്ക്ക് പാരമ്പര്യ തൊഴിലെന്ന പദവി ലഭിച്ചു. മോഷണത്തിനിറങ്ങുന്നവർക്ക് പ്രത്യേകം പരിശീലനം നൽകുന്നു. ഈ കള്ളന്മാർക്ക് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഉണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഒന്നും തിരുട്ട് ഗ്രാമത്തിലേക്ക് ചെല്ലാൻ പറ്റാത്തത്. ഒരു പക്ഷേ ഈ പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഒരു തിരുട്ട് ഗ്രാമത്തിലേക്ക് ചെല്ലുന്നത് തന്നെ അവരുടെ ജീവന് പോലും ഭീഷണിയാണെന്ന്
പറ്റും. ഇതുപോലെ തന്നെ ഇവരെ പുനരധിവസിക്കാൻ വേണ്ടി സർക്കാർ പലവിധ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്തു. പക്ഷേ എങ്കിലും അവർ തങ്ങളുടെ പാരമ്പര്യ തൊഴിലാണിതെന്ന് പറഞ്ഞിട്ട് ഈ മോഷണത്തെ അവർ നിർത്തലാക്കിയില്ല എന്ന് തന്നെ പറയാൻ പറ്റും. മൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് ഓരോ സംഘവും ഓരോ കുറ്റകൃത്യത്തിന് ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുന്നത്. കുറ്റം ചെയ്തതിന് മുന്നോടിയായി പ്രത്യേകം പൂജകളും ഇവർ ചെയ്യാറുണ്ട്. മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമം മുഴുവൻ കുടുംബത്തെ പരിപാലിക്കുന്നതിനാൽ സംഘത്തിലെ ആരെങ്കിലും പോലീസിൻ്റെ പിടിയിലായാലും അവരുടെ കുടുംബത്തിന് പട്ടിണി ജീവിതം നയിക്കേണ്ടി വരില്ല. കവർച്ചാ സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയാൽ ഉടൻ തന്നെ മറ്റുള്ള മൂപ്പന് സന്ദേശം കൈമാറും. മൂപ്പൻ അദ്ദേഹത്തിന് ആവശ്യമായ നിയമ പിന്തുണ നൽകുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇത്തരം സംഭവ വികാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രാമവാസികൾ പിന്തുടരുന്ന ഒരു പൊതു നിയമം, തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 1% മൂപ്പന് കൈമാറണം. അറസ്റ്റിലായവർക്ക് സഹായം നൽകുന്നതിന് പണം ഉപയോഗിക്കുന്നു. ഒരു കുടുംബത്തിലെ മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്ത് അതേ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ മുന്നോട്ട് വന്ന് തൊഴിൽ ഏറ്റെടുക്കണമെന്ന് നിയമമുണ്ട്. പരമ്പരാഗത ആയുധങ്ങളായ വാളുകൾ, കത്തികൾ, കടാരകൾ, കുന്തങ്ങൾ, അരിവാളുകൾ എന്നിവയൊക്കെ ഇവർ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും തിരുട്ട് ഗ്രാമങ്ങൾ 100 കണക്കിന് ആളുകൾ സജീവമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാപ്പ് ഡീലേഴ്സായിട്ടും അമ്മിക്കൊത്തൊക്കെ ആയിട്ടൊക്കെയാണ് അവർ വരുന്നത്. ഇരുമ്പ് കമ്പിയോ മറ്റോ കൊണ്ട് നടന്ന് വാതിലിൻ്റെ കുറ്റിയെടുക്കുകയും എതിർപ്പുണ്ടായി ആക്രമിക്കാനുമാണ് ഇവർ പദ്ധതിയിടുന്നത്. 2 പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്കെത്തുന്നത്. സുരക്ഷ കുറഞ്ഞ പിൻവാലുകൾ അനായാസം തുറന്ന് അകത്ത് കിടക്കും. ഇവർ ഏതിരുട്ടിലും ഒളിച്ചിരിക്കും. വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും. ചിലപ്പോൾ ജീവൻ എടുക്കും. വെറും മോഷ്ടാക്കളല്ല, ആക്രമികാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളികൾക്ക് എന്നും പേടി സ്വപ്നമാണ്. ഇപ്പോൾ വീണ്ടും കുറുവാ സംഘത്തിൻ്റെ വാർത്ത പത്രവാർത്തകളിൽ നിറയുകയാണ്. ഇപ്പോൾ പോലീസും മറ്റ് അധികാരികളും പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, സുരക്ഷിതമായി എല്ലാവരും ഇരിക്കുക. ഇത്രയുമാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.